സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഇതൊരു ക്ലാരിറ്റി സ്പ്രെഡാണ്. നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും, കൺഫ്യൂഷനുള്ള അവസ്ഥ. അപ്പോൾ ആ സമയത്ത് എടുക്കണ ഒരു സ്പ്രെഡാണിത്. ഫസ്റ്റ് മൈൻഡ്, ബോഡി, സ്പിരിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് മൈൻഡ് എന്നുള്ളവർക്ക് പറഞ്ഞാൽ പേജ് ഓഫ് വാൺസ് ആണ്. അതായത് ഇവിടെ യൂത്തിനാണ് കാണിക്കുന്നത്. ഈ ഒരു യൂത്തിന് ഗ്രേറ്റ് ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ള ഒരാളാണ്. അതിനനുസരിച്ചുള്ള ഒരുപാട് മെസ്സേജുകളോ അതല്ലെങ്കിൽ ഒരുപാട് പുതിയ പ്രോജക്റ്റ് തുടങ്ങാനുള്ള അവസരങ്ങളോ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് ന്യൂ ഐഡിയാസും ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലും ഈ രംഗത്തേക്ക് ഇറങ്ങാൻ ഈ ഒരു വ്യക്തിക്ക് വളരെ വലിയ ഒരു പേടി, ഫിയർ ആൻഡ് ഇൻഎക്സ്പീരിയൻസ്, പേടിയുണ്ട്. അതുകൊണ്ട് ഇയാൾ രംഗത്തേക്ക് ഇറങ്ങാണ്ട് കാണാം. അപ്പോൾ ഇവിടെ ഈ കാർഡ് പറയണത് റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ കാർഡ് പറയണത്. ഒരു യൂത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത കാർഡ് ബോഡി എന്നുള്ളവർക്ക് വരുന്നത് 2 of Wands തന്നെയാണ്. അപ്പോൾ തൻ്റെ ഭാവിയിലേക്ക് വേണ്ടി ഫാഷൻ്റെ ലോകത്ത് പുതിയ പ്ലാനുകൾ തീരുമാനിക്കുകയാണ് ഈ വ്യക്തി. പ്ലാനിങ്ങിലാണ്, സ്റ്റെപ്പ് എടുത്തിട്ടില്ല. ഇപ്പോഴും ഈ ഒരു വ്യക്തി കംഫർട്ട് സോണിലാണ്. അടുത്ത കാർഡ് സ്പിരിറ്റ് എന്നുള്ള കാലത്ത് വരുന്നത് ഇതേമാതിരി പേജ് ഓഫ് കപ്സ് ആണ്. ആ ഒരു കപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫിഷ് വരുന്നത് കാണണം. ഇതും ക്യൂരിയോസിറ്റീൻ്റെയും ക്രിയേറ്റിവിറ്റീൻ്റെയും കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കും ധാരാളം ക്രിയേറ്റിവിറ്റിയും ന്യൂ ഐഡിയാസും ക്യൂരിയോസിറ്റിയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ കാർഡിലും പറയണത് റിസ്ക് എടുത്തിട്ട് തൻ്റെ ന്യൂ ഐഡിയാസായിട്ട് ഫ്യൂച്ചറിന് വേണ്ടി മുന്നോട്ട് പോവുക വേണം തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകുക. അതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.